കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കും. പിടിക്കപ്പെടുന്ന ചെക്കനെയും പെണ്ണ് നീ കാണണം, സായുജ്യം അടയണം. അത് വേണം ഉറപ്പാണ്. ഈ ജനുസിലെ ഒരു സിനിമാക്കാരനാണോ ടിനി ടോം എന്ന മഹാൻ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നാക്കെടുത്ത് വളച്ചാൽ മണ്ടത്തരവും പൊങ്ങച്ചവും തെറിയും തൊലിക്കട്ടിയും വിടുവായത്തനവും മാത്രമേ ആ വായിൽ നിന്നും വരൂ. ഞാൻ ചിരിച്ചു പോയനെ. വികട സരസ്വതിയാണ് ആ നാവിൽ കുടികൊള്ളുന്നത് എന്നും എനിക്ക് തോന്നുന്നു. രമേഷ് പിഷാരടി MLA ഒക്കെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് ടിനിയോട് എന്ന് ഞാൻ പറയും. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അതിപ്പോ MLA ആണ്, പഴയ മിമിക്രിക്കാരനല്ലല്ലോ. അവരൊരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്ന കൂട്ടുകാരല്ലേ പച്ചാളം? അത് പണ്ട് അങ്ങനെ പലതും സംഭവിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെ ഉണ്ടോ രജനീകാന്തേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ താങ്കൾക്ക് മുന്നേ പാലക്കാട്ടൊരു MLA ആയിരുന്ന ഒരു അലവലാതിയുടെ തലത്തിലേക്ക് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വേഗം താങ്കളും വീഴും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ടിനി അടക്കം താങ്കളുടെ സുഹൃത്തുക്കളും കോൺഗ്രസ്സുകാരാണ്. സൂക്ഷിക്കണം പിഷാരടി. ഇവരെയൊക്കെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പിഷാരടി, ഇവരെയൊക്കെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ സ്ഥിരമായി പാലക്കാട്ട് നിന്ന് ജയിക്കാം. ഒരു സംഘം അലവലാദികൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മഹാ അലവലാദിയായി അധപതിക്കാണോ ടിനി ടോം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മഹാരഥന്മാർ ഇരുന്ന കസേരയിലിരുന്ന് സിനിമാക്കാരെ ഭരിക്കുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നാണം തോന്നുന്നു ഓരോ ദിവസവും ടിനി ടോം എന്ന മനുഷ്യനെ കുറിച്ച് വരുന്ന വാർത്തകൾ. മലയാളത്തിലെ പ്രശസ്തനായൊരു നിർമ്മാതാവ് എനിക്കൊരു ലെറ്റർ അയച്ചു തന്നു. അമ്മ പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ് അംഗമായ നീന കുറുപ്പ് അയച്ച ലെറ്ററാണത്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോകുന്ന UKG പിള്ളേരുടെ ലെവലിൽ ഡ്രസ് ഇട്ട് ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? എന്ത് ചോദിച്ചാലും വെകിളി ചിരിച്ച് കാണിക്കുന്ന ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രസിഡന്റിനാണോ നീന കുറുപ്പെ കത്ത് അയക്കേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അൻസിബ കാണിച്ച അത്രയെങ്കിലും ധീരത താങ്കൾ കാണിക്കണമായിരുന്നു, കാണിച്ചില്ല. ഈ അലവലാതിയും അവനെ പിന്തുണയ്ക്കുന്ന കൂതറകളുമുള്ള ഈ കമ്മിറ്റിയിൽ വോട്ട് വാങ്ങി ജയിച്ചു വന്ന ഞാനില്ല എന്നെഴുതി കൊടുക്കണ്ടേ നീന കുറുപ്പ്? ആത്മാഭിമാനമുള്ള മീശ വച്ചതും ഇല്ലാത്തതുമായ ആരെങ്കിലും ഇവന്റെയൊക്കെ ഒപ്പം ഒരു സംഘടനയിൽ ഇരിക്കൂ? അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഭാഗ്യം കൊണ്ടു നടക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടും അപാരമായ തൊലിക്കെട്ടി ഉള്ളതിനാലും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തൊട്ടിത്തനം മായാതെ കിടക്കുന്നതിനാലും പ്രോത്സാഹിപ്പിക്കാൻ കൂടെ നിൽക്കാൻ കുറെ അലവലാദികൾ കൂട്ടുള്ളതിനാലും നനച്ചിരിക്കാതെ കുറെ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസിൽ ഉള്ളതിനാലും അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും
കൊട പിടിക്കും. നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത. പോട്ടട പാട്ടിയുടെ തേണ്ടിട മോനെ പട്ടിച്ചെന്റെ ഫെർണാണ്ടോ. സാറേ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.